സിപിഎമ്മുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വാർത്ത ഡൽഹിയിൽ നിന്നും വരുന്നുണ്ട്. സീതാറാം യെച്ചൂരിക്ക് പകരം പാർട്ടി കോൺഗ്രസ് വരെ സിപിഎമ്മിനെ പ്രകാശ് കാരാട്ട് നയിക്കും. പോളിറ്റ് ബ്യൂറോയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും കോർഡിനേറ്ററായി പ്രകാശ് കാരാട്ടിനാണ് ചുമതല. സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, യോഗത്തിലാണ് തീരുമാനം വന്നത്. താൽക്കാലികമായിട്ട് പ്രകാശ് കാരാട്ട് നയിക്കും. അതോടൊപ്പം ഈ യോഗത്തിൽ നിലവിൽ കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ചർച്ചയായോ? കേരളത്തിലെ അൻവർ വിഷയം യോഗത്തിൽ ചർച്ചയായിട്ടില്ല. ഇന്നലെയും മെനഞ്ഞാന്നുമായി പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൻ്റെ ഒടുവിൽ ആര് ഇനി ഈ പാർട്ടി സംഘടനാ കാര്യങ്ങളെ നയിക്കണം അടുത്ത ഒരു 7 മാസക്കാലം, അതായത് മധുരയിൽ ചേരുന്ന CPM-ന്റെ 24ാമത് പാർട്ടി കോൺഗ്രസ് വരെ ആര് പാർട്ടിയുടെ കാര്യങ്ങളെ ഏകോപിപ്പിക്കണമെന്ന ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പ്രകാശ് കാരാട്ട് താൽക്കാലിക കോർഡിനേറ്റർ ആവട്ടെ എന്ന ഒരു ധാരണ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കിടയിൽ ഉണ്ടായത്. ആ ധാരണ ഇന്ന് രാവിലെ ആരംഭിച്ച കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വെക്കുകയായിരുന്നു. ആ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ മറ്റ് എതിർപ്പുകളൊന്നുമില്ലാതെ അംഗീകരിക്കപ്പെടുകയായിരുന്നു. പ്രകാശ് കാരാട്ട് അടുത്ത 7 മാസക്കാലം പോളിറ്റ് ബ്യൂറോ ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി എന്നീ 2 പ്രധാന കമ്മിറ്റികളുടെ ഏകോപന ചുമതല ഏറ്റെടുക്കും. മധുരയിലെ സമ്മേളനം തന്നെയാണ് പ്രകാശ് കാരാട്ടിന് മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഒരു പരിപാടി. അതിനിടയിൽ നടക്കുന്ന ചില തെരഞ്ഞെടുപ്പുകളിൽ CPM-ന് കാര്യമായ സ്വാധീനമില്ലാത്ത ഇടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് പാർട്ടി സമ്മേളനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, സമ്മേളനം നടത്തിപ്പ് എന്നതായിരിക്കും പ്രധാനപ്പെട്ട ചുമതല. ആ ചുമതലയിലേക്ക് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം, നാളെ നടക്കാനിരിക്കുന്ന ഈ യോഗത്തിന്റെ തുടർച്ച, അതിനുശേഷം സമ്പൂർണ്ണമായി സമ്മേളനത്തിന്റെ കാര്യങ്ങളിലേക്ക് മുഴുകാനാണ് സാധ്യത. ശരി, ഡൽഹിയിൽ നിന്നും അനൂപ് ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്.